ആഗസ്റ്റ് മാസത്തെ CPI ഇൻഫ്ലേഷൻ ഡേറ്റ വന്നതിന് ശേഷമുള്ള രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിൽ അമേരിക്കൻ മാർക്കറ്റ് ഏറെക്കുറെ സ്റ്റേബിളായിരുന്നു. ഡോ ജോൺസ് 0.06ഉം S&P 0.75ഉം നാസ്ഡാക്ക് 1%തോളവും ഉയർന്ന് ഹയർ സൈഡിൽ ക്ലോസിംഗ് നൽകി. കഴിഞ്ഞ ദിവസം യൂറോപ്യൻ മാർക്കറ്റും പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയിരുന്നു. ഡാക്സ് 1%വും CSE 0.5ഉം ഫെഡ്സെ 0.57%വും ഉയർന്നു. ഇന്ന് ഏഷ്യൻ മാർക്കറ്റിൽ ജപ്പാൻ്റെ മാർക്കറ്റ് 0.5% ഇടിഞ്ഞാണ് ട്രേഡ് ചെയ്യുന്നത്. ബാക്കിയുള്ള മാർക്കറ്റുകൾ അതായത് തൈവാൻ, കൊറിയൻ, ഹോങ്കോങ് മാർക്കറ്റുകൾ ഫ്ലാറ്റ് പോസിറ്റീവ് സൈഡിൽ ട്രേഡ് ചെയ്യുന്നു. ഇന്ത്യൻ മാർക്കറ്റിലും ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ഇൻഡെക്സുകൾ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയും നിഫ്റ്റി ഓൾ ടൈം ഹൈയിൽ ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ ബൈയിങ് തന്നെയാണ് മാർക്കറ്റിനെ ഹയർ സൈഡിലേക്ക് നീങ്ങുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത്. 7695 കോടിയുടെ ബൈയിങ് ആയിരുന്നു FIS നടത്തിയത്. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 1800 കോടി രൂപയുടെ സെല്ലിംഗ് നടത്തുകയും ചെയ്തു. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് SBI കാർഡ് നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചർ ഇഷ്യൂ വഴി 9000 കോടി രൂപയുടെ ഫണ്ട് റേസ് ചെയ്യുകയാണ്. BPCL എന്ന കമ്പനിക്ക് BPCLൻ്റെ പ്രൊജക്റ്റ് എക്സ്പാൻഷന് വേണ്ടി 1138 കോടി രൂപ ചെലവഴിക്കുന്നതിന് വേണ്ടി കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അപ്രൂവൽ നൽകിക്കഴിഞ്ഞു. പതഞ്ജലി ആയുർവേദ്, പതഞ്ജലി പരിവഹൻ തുടങ്ങിയ കമ്പനികൾ പതഞ്ജലി ഫുഡ്സിൻ്റെ 1.1 കോടി ഷെയറുകൾ 1815 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ സെൽ ചെയ്യും. പതഞ്ജലി ഫുഡ്സിൽ ഇന്ന് 6% ഡിസ്കൗണ്ടോടുകൂടിയുള്ള സെല്ലിംഗ് ആണ് നടക്കുന്നത്. HG ഇൻഫ്രാസ്ട്രക്ചർ എന്ന കമ്പനിക്ക് സെൻട്രൽ റെയിൽവേയിൽ നിന്നും 716 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. HP ഇലക്ട്രിക് എന്ന കമ്പനിക്ക് സ്മാർട്ട് ആൻഡ് കൺവെൻഷണൽ മീറ്റർ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി 144 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. IRCTC എന്ന കമ്പനിയിൽ LIC അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തി. IRCTCയിലെ LICയുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് 7.3% നിന്നും 9.3%ത്തിലേക്കാണ് ഉയർന്നിരിക്കുന്നത്. ഇലക്ട്രിക് കൊമേഴ്സ്യൽ വെഹിക്കിൾസിന് വേണ്ടി ചാർജിംഗ് സ്റ്റേഷൻ സെറ്റപ്പ് ചെയ്യുന്നതിന് ടാറ്റ മോട്ടോഴ്സും ടാറ്റ പവറിൻ്റെ സബ്സിഡറി കമ്പനിയായ ടാറ്റ പവർ റിന്യൂവബിൾ എനർജിയും തമ്മിൽ ഒരു മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. 200 ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷൻ സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ രണ്ട് കമ്പനികളും മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. കൂടാതെ റൗട്ട് മൊബൈലിൻ്റെ കഴിഞ്ഞ ദിവസം നടന്ന OFSൽ കമ്പനിക്ക് മികച്ച റെസ്പോൺസ് ലഭിച്ചു. OFS 1.38 ടൈംസ് സബ്സ്ക്രൈബ് ആവുകയും ചെയ്തിട്ടുണ്ട്. പിനേഷ്യ ബയോടെക് എന്ന കമ്പനി $20 മില്യൺ ലോൺ എടുത്ത് കമ്പനി എക്സ്പാൻഷൻ നടത്തുകയാണ്. അതോടൊപ്പം തന്നെ BLS ഇൻ്റർനാഷണൽ എന്ന കമ്പനി UAE ബേസ്ഡ് സിറ്റിസൺഷിപ്പ് കമ്പനിയെ 260 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്യുകയും ചെയ്തു. HCL ടെക്കുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന അപ്ഡേറ്റ്, ഫ്രാൻസ് ബേസ്ഡ് കമ്പനിയായ സീന എന്ന കമ്പനിയെ 23.9 മില്യൺ യൂറോയ്ക്ക് HCL ടെക് എന്ന കമ്പനി അക്വയർ ചെയ്തിട്ടുണ്ട്. SBIക്ക് പ്രമുഖ റേറ്റിംഗ് ഏജൻസിയായ S&P ഗ്ലോബൽ റേറ്റിംഗ് ഏജൻസി BBB എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട്. ഔട്ട്ലുക്ക് പോസിറ്റീവ് ഔട്ട്ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്തു. SCSE എന്ന കമ്പനി റെഡ് ഗെയിൻ്റെ റിന്യൂവബിൾ പവർ എനർജി ലിമിറ്റഡ് എന്ന കമ്പനി SCSE എന്ന കമ്പനിയുടെ ഫുള്ളി ഓൺഡ് സബ്സിഡറി കമ്പനിയായി മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയിട്ടുണ്ട്. പവർ ഗ്രിഡ് എന്ന കമ്പനിക്ക് ഇൻട്രസ്റ്റേറ്റ് പവർ ട്രാൻസ്മിഷൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് ഒരു ലെറ്റർ ഓഫ് ഇൻട്രസ്റ്റ് ലഭിച്ചിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.